ഹലോ ലേഡീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഓൺലൈനിൽ ചെടി വിൽക്കുമ്പോൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ അത് പാക്ക് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആയിട്ട് നമുക്ക് വേസ്റ്റ് ആക്കി കളയുന്ന പെപ്സി ബോട്ടിൽ, പിന്നെ ഗ്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ. നമ്മൾ ചിലപ്പോൾ അത് ഉപയോഗിച്ചതായിരിക്കും, അതൊന്ന് കഴുകിയിട്ട് ഐസ്ക്രീം കഴിച്ച ഗ്ലാസ്സുകൾ, അങ്ങനെ ഒത്തിരി വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ അതിൽ എങ്ങനെ നമുക്ക് സേഫായിട്ട് പ്ലാന്റ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഓൺലൈനായിട്ട് അയക്കാൻ സാധിക്കും. ചെടിക്കും കേടുവരില്ല, വേരിന് ഒട്ടും കേടുവരില്ല. ഞാൻ ഈ രണ്ട് ചെടി പാക്ക് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഒരു ഐസ്ക്രീം ഗ്ലാസ് എന്തോ മറ്റാണ്, അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ളതെല്ലാം ഞാൻ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെക്കും ഇങ്ങനെ അയക്കാൻ. പിന്നെ ഒന്ന് പെപ്സിയുടെ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് 3 പീസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ ഒരു പെപ്സി ബോട്ടിൽ നമുക്ക് 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെലോ ടേപ്പും മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ 3 പീസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ഈ ചെടി നമുക്ക് നമ്മുടെ ഇപ്പോൾ ക്ലയൻറ്റിന് കിട്ടുന്ന വരെ അതിന് യാതൊരു കേടുപാടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എടുക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ്. ഇങ്ങനത്തെ ബോട്ടിൽ വെച്ചാൽ ഇങ്ങനത്തെ ബോട്ടിലും എടുക്കാം, ഗ്ലാസ്സുകൾ എടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ബോട്ടിലാണ്. കണ്ടോ, ബോട്ടിലിൻ്റെ അടിവശം ആദ്യം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മുറിച്ചെടുത്ത പെപ്സിയുടെ അടിഭാഗം അതെടുക്കുക. അതിലോട്ട് നമ്മൾ അയക്കാനുള്ള ചെടി അതിനെ ഒന്ന് ഇറക്കി വയ്ക്കുക. നമ്മൾ സെൻട്രലായിട്ട് തന്നെ ആ ചെടി പിടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ചുറ്റും നമ്മൾ കുറച്ച് ചകിരിച്ചോറാകുമ്പോൾ നമ്മൾ അയക്കുമ്പോൾ അതിന് വളരെ വെയിറ്റ് കുറവാണല്ലോ. അപ്പോൾ നമ്മൾ ചകിരിച്ചോറാണ് നിറയ്ക്കുക. ചകിരിച്ചോറ് നിറച്ച ശേഷം നമ്മളത് ചുറ്റുമായിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് കഴിയുമ്പോൾ ഈ ചെടി അവിടെ അനങ്ങാതെ അങ്ങ് നിന്നോളും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു സ്പ്രെയർ എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. നമ്മളത് കുറച്ചിട്ടിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നനവുണ്ടല്ലോ, ഈ നനവ് കുറേശ്ശെയായിട്ട് ചകിരിച്ചോറിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഈ ചെടി അവിടെ എത്താൻ 2-3 ദിവസം ആയാലും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു 1 വീക്ക് വരെയൊന്നും ചെടിക്ക് യാതൊരു പ്രശ്നവും പറ്റില്ല. ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേരുകൾക്ക് പ്രശ്നം വരില്ല. പിന്നെ ചെടി നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു 3 ദിവസം കിട്ടേണ്ടത് ചില സമയത്ത് എന്തെങ്കിലും ഒരു ഒഴിവൊക്കെ വന്നാൽ 4, 5, 6 ദിവസം വരെ ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെടിക്ക് യാതൊരു കേടുപാടും സംഭവിക്കില്ല. നിങ്ങൾ അതിനുശേഷം ചകിരിച്ചോറിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തല്ലോ. ഇനി കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ് എടുക്കുക, അതിലും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ചകിരിച്ചോറിൻ്റെ മേലെ നല്ല ഫില്ല് ചെയ്തിട്ട് നിറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമ്മളിപ്പോൾ ഈ പാക്ക് ചിലപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്തിടുമ്പോൾ ഈ ചകിരിച്ചോറ് ഒട്ടും പുറത്തേക്ക് പോവില്ല. അപ്പോൾ നമ്മൾ അത് കുറച്ച് അധികം ന്യൂസ് പേപ്പറിനെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാസ്കിംഗ് ടേപ്പ് കൊണ്ട് നമ്മൾ ഈ പേപ്പർ വെച്ച് കൊടുത്തല്ലോ, ആ വെച്ച് കൊടുത്ത പേപ്പറിൻ്റെ മേലെയായിട്ട് നമ്മൾ മാസ്കിംഗ് ടേപ്പ് നല്ല നീറ്റായിട്ട് ചുറ്റി കൊടുക്കുക.
ഇതെല്ലാം ഒരു കാർട്ടനും അത് വേസ്റ്റായിട്ട് കിടക്കുന്ന കാർട്ടനെ ഒരു ബോക്സ് ആക്കിയിട്ടാണ് ഞാനിത് പാക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ കാർട്ടൺ വരുന്നതും ഞാനങ്ങ് എടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ എത്ര പ്ലാന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഓരോ കാർട്ടൻ്റെ പീസ് എടുത്തിട്ട് അതിനെ ബോക്സ് ആക്കും. ചിലപ്പോൾ ഒരു ചെറിയ കാർട്ടനിലാണ് എങ്കിൽ അതിൽ കൊള്ളും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാർട്ടൺ വലുതാക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് മുറിച്ച് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറേ കോസ്റ്റ് നമുക്ക് കുറഞ്ഞ് കിട്ടും ചെടികളയക്കുമ്പോൾ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.